നമ്മൾ ഇവിടുത്തെ കോൾ കൃഷിക്കാരുടെ ഏറ്റവും വലിയ ദുഃഖമായിരുന്നു ഉപ്പുവെള്ളം കയറുന്നു എന്നുള്ളത്. അതിന് ശാശ്വതമായ പരിഹാരം ഇവിടുത്തെ വെളിയങ്കോട് ലോക്കം ബ്രിഡ്ജാണ്. അതും യാഥാർത്ഥ്യമാവുകയും. അപ്പൊ വികസനം എന്ന് പറഞ്ഞാൽ പതുക്കെ പതുക്കെ ഉയർന്നു വരുന്ന ഒന്നാണ്. മാറഞ്ചേരിക്കാരെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു MLA-ക്കും സാധിക്കാത്തത് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഒരു പബ്ലിക് സ്കൂളാണ് മാറഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ. ജില്ലാ പഞ്ചായത്തിന്റെ സ്കൂളാണ്. ആ പഞ്ചായത്തിൽ സ്ഥലം മേടിക്കാൻ വേണ്ടി 1 കോടി രൂപ. എളുപ്പം നടക്കുന്ന കാര്യമല്ല, പ്രത്യേകിച്ച് ഇപ്പത്തെ കാലത്ത്. 1 കോടി കെട്ടിടത്തിന് പൈസ കൊടുത്തു. സ്ഥലം മേടിക്കാൻ സഖാവ് നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ, സിന്ധുവിന്റെ നേതൃത്വത്തിൽ, ബീന ടീച്ചറുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമമുണ്ട്. അവിടെ ഞങ്ങൾ രാഷ്ട്രീയം നോക്കിയിട്ടില്ല. ജില്ലാ പഞ്ചായത്തിന്റെ സ്ഥാപനമാണെങ്കിൽ പോലും ഈ നാട്ടുകാരുടെ സ്ഥാപനമാകട്ടെ എന്ന് കരുതിയാണ് ചെയ്തത്. പക്ഷെ നിർഭാഗ്യവശാൽ ഇതെല്ലാം ചെയ്യുന്ന ഈ കേരളത്തോട് കടുത്ത അവഗണനയാണ്. വാക്കുകൊണ്ട് പറയാൻ പറ്റുന്ന ഒന്നല്ല. ഈ രാജ്യം മുടിഞ്ഞു പോകട്ടെ എന്നാണ് കേന്ദ്രം ഭരിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ എല്ലാ സംസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായാണ് നിൽക്കുന്നത്. തമിഴ്നാട്ടിൽ പോയി നോക്കൂ, അവിടെ പ്രതിപക്ഷമില്ല, ഭരണപക്ഷമില്ല, എല്ലാവരും ഒറ്റക്കെട്ട. കർണാടകത്തിൽ ഞങ്ങളടക്കം സഹകരിച്ചുകൊണ്ടാണ് കോൺഗ്രസിനോട് സമരം ചെയ്യുന്നത്. പക്ഷെ കേരളത്തിലോ നമ്മളൊക്കെ നശിച്ചു പോയാൽ ഇവർക്ക് എന്തോ കിട്ടുമെന്ന ധാരണയാണ് സതീശനും സുധാകരനും ഒക്കെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇതെന്ന് പറയുന്നത് ഈ കേരളത്തെ അവഗണിക്കുന്നതിന് സമരമാണ്. കേരള മക്കളുടെ സമരമായി ഇത് മാറേണ്ടതുണ്ട്. അത് ഈ 25-ാം തീയതി നടക്കുന്ന മലപ്പുറത്തെ GST ഓഫീസിലേക്കുള്ള സമരത്തിൽ നിങ്ങൾ ഈ പ്രദേശത്തെ മനുഷ്യർ മുഴുവൻ ഒന്നടങ്കം പങ്കെടുക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ നൽകിയ സ്വീകരണത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യം.